ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഇതിന് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഇതിനെ സേമിയയും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെർമസിൽ ഇതിന് ഞാൻ 2 പാക്കറ്റ് സേമിയ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളി ബിരിയാണി ഇതുപോലെ അങ്ങ് തയ്യാറാക്കി എടുത്താലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതിനെ നല്ല പഴുത്ത 4 തക്കാളി, 3 സവാള, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നീളത്തിലൊന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതാണ് നമ്മുടെ പണി, ആദ്യത്തെ പണി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. മക്കൾക്ക് വിശക്കുമ്പോൾ അതുപോലെ തന്നെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കും കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ സവാള അരിഞ്ഞിട്ടുണ്ട്, മല്ലിയില അരിഞ്ഞിട്ടുണ്ട്, ഇതിന് തക്കാളിയും കൂടി അരിഞ്ഞെടുത്താൽ ഈ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം, ഓയിൽ ഒഴിച്ച് കൊടുക്കാം, പിന്നെ കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്കയുടെ പൊടി ഉണ്ടല്ലോ, അതൊരു 1/4 ടീസ്പൂണോളം, പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറുന്നവരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയം കൊണ്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ. ഇനി ഇതിലോട്ട് നമുക്ക് സേമിയ പൊട്ടിച്ച് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇട്ട് കൊടുക്കാം. ഒരു 4-5 പേർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അത്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും മസാലയും വെള്ളമൊക്കെ എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലേ എല്ലായിടത്തും ഉപ്പും മുളകും ഒക്കെ പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ പതിയെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ അങ്ങ് ഞാൻ എല്ലാം മിക്സ് ചെയ്ത് നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് ഇതുപോലെ ലെവൽ ചെയ്തിട്ട് അടപ്പിട്ട് മൂടി കൊടുക്കാം. അപ്പോൾ ഇതിന് അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക, അടപ്പിട്ട് മൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റും സ്മെല്ലും ഒക്കെ ആയിക്കാറ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.